അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളായിരുന്ന റിപ്പബ്ലിക്കൻ പ്രതിനിധി മാർജോറി ടൈലർ ഗ്രീന് നൽകിയിരുന്ന പിന്തുണ പിൻവലിച്ചെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ട്രംപ് ഇത് പ്രഖ്യാപിച്ചത് ട്രൂത്ത് സോഷ്യൽ എന്ന തന്റെ പ്ലാറ്റ്ഫോമിലൂടെയാണ്. വളരെ വ്യക്തിപരമായ രീതിയിലുള്ള ഒരു ആക്രമണമായിരുന്നു ഗ്രീനെതിരെ അദ്ദേഹം നടത്തിയത്. ഞാൻ കോൺഗ്രസ് വുമൻ മാർജോറി ടൈലർ ഗ്രീനിനുള്ള എന്റെ പിന്തുണ അംഗീകാരവും പിൻവലിക്കുകയാണ് എന്നാണ് ട്രംപ് എഴുതിയിരിക്കുന്നത്. തന്റെ ഭരണകാലത്തെ റെക്കോർഡ് നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ഗ്രീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരാതി പറയുക എന്നത് മാത്രമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒരു സെനറ്റ് അല്ലെങ്കിൽ ഗവർണർ തെരഞ്ഞെടുപ്പിൽ ഗ്രീനിന് വിജയിക്കാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് സൂചിപ്പിക്കുന്ന ഒരു ആഭ്യന്തര സർവേ താൻ അയച്ചതിന് ശേഷമാണ് ഗ്രീൻ തനിക്കെതിരെ തിരിഞ്ഞടിച്ചതെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അവർക്ക് 12% വോട്ടുകളെ ഉണ്ടായിരുന്നുള്ളൂ, വിജയിക്കാൻ ഒരു സാധ്യതയുമില്ലായിരുന്നു എന്നും അദ്ദേഹം എഴുതി. ഈ രണ്ട് സ്ഥാനങ്ങളിലേക്കും ഗ്രീനിന് തന്റെ പിന്തുണ ഉണ്ടാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗ്രീൻ താൻ വിളിക്കുന്ന കോളുകൾ എടുക്കുന്നില്ലെന്ന് പരാതി പറയുന്നതിനെയും ട്രംപ് പരിഹസിച്ചു. ഓരോ ദിവസവും ഒരു ഭ്രാന്തന്റെ കോൾ എടുക്കാൻ എനിക്ക് കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ 219 കോൺഗ്രസ് അംഗങ്ങൾ, 53 US സെനറ്റർമാർ, 24 ക്യാബിനറ്റ് അംഗങ്ങൾ, ഏകദേശം 200 രാജ്യങ്ങൾ, പിന്നെ സാധാരണ ജീവിതവും നയിക്കേണ്ട ഒരാളെന്ന നിലയിൽ എല്ലാ എംപിമാരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തനിക്ക് കഴിയില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. തന്റെ പ്രസ്താവനയിൽ ഗ്രീനിന് പകരം ഒരു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് സൂചിപ്പിക്കുന്നുമുണ്ട്. ഗ്രീനിന്റെ മണ്ഡലത്തിലെ യാഥാസ്ഥിതികർ അവളോടും അവളുടെ ചെയ്തികളോടും മടുത്തുവെന്നും അദ്ദേഹം പറഞ്ഞു. ശരിയായ വ്യക്തി മത്സരിക്കുകയാണെങ്കിൽ അവർക്ക് എന്റെ പൂർണ്ണവും അചഞ്ചലവുമായ പിന്തുണ ലഭിക്കുമെന്നാണ് അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ABCയിലെ ദ വ്യൂ എന്ന പരിപാടിയിൽ ഗ്രീൻ പങ്കെടുത്തതിനെയും ട്രംപ് വിമർശിച്ചു. ആ പരിപാടിയുടെ അവതാരകയെ കുറഞ്ഞ ഐക്യമുള്ള റിപ്പബ്ലിക്കൻ വിരോധികളായ ആങ്കർമാർ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഗ്രീൻ ഇടതുപക്ഷത്തേക്ക് പോയിരിക്കുമെന്നും ആരോപിച്ചു. ഗ്രീൻ ഇതുവരെ ട്രംപിന്റെ ഈ പ്രസ്താവനയെക്കുറിച്ച് പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. ഗ്രീൻ എപ്പോഴും ട്രംപിന്റെ ശക്തമായ പിന്തുണക്കാരിയായിരുന്നു. ഹൗസിലെ ഏറ്റവും വിവാദപരമായ വ്യക്തികളിൽ ഒരാളായി ഗ്രീൻ ഉയർന്നു വന്നതിന് ട്രംപിന്റെ പിന്തുണയ്ക്ക് വലിയ പങ്കുണ്ടായിരുന്നു. ട്രംപ് പരസ്യമായി ഗ്രീനിൽ നിന്ന് അകലുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അടിത്തറയിൽ ഒരു വിള്ളൽ സൃഷ്ടിക്കുകയും ഹൗസ് റിപ്പബ്ലിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. തന്റെ ഭരണകാലത്തെ അടച്ച അതിർത്തികൾ മുതൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിയന്ത്രണങ്ങൾ നീക്കിയത് വരെയുള്ള നേട്ടങ്ങൾ ട്രംപ് തന്റെ പോസ്റ്റിൽ പട്ടികപ്പെടുത്തി. ഗ്രീൻ നന്ദിയില്ലാത്ത ഒരാളാണെന്ന് ചിത്രീകരിക്കാനും ട്രംപ് ശ്രമിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജോർജിയയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗമായ മാർജോറി ടൈലർ ഗ്രീൻ ഒരു പുതിയ നിയമനിർമ്മാണത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചിരുന്നു. 2025 നവംബർ 13-നാണ് അവർ ഈ പ്രഖ്യാപനം നടത്തിയത്. ഈ നിയമം വഴി അമേരിക്കയിലെ H-1B വിസ പ്രോഗ്രാം പൂർണ്ണമായും നിർത്തലാക്കാനാണ് അവർ ലക്ഷ്യമിടുന്നത്. ഈ വിസ പ്രോഗ്രാം വർഷങ്ങളായി തട്ടിപ്പും ദുരുപയോഗം നിറഞ്ഞതാണെന്നും അമേരിക്കൻ തൊഴിലാളികളുടെ അവസരങ്ങൾ ഇല്ലാതാക്കുന്നു എന്നുമാണ് അവർ ആരോപിക്കുന്നത്. ഈ നീക്കം റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന കുടിയേറ്റ നയങ്ങളിലെ ഭിന്നതകൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ്. മാർജോറി ടൈലർ ഗ്രീൻ അവതരിപ്പിച്ച ബില്ലിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ബില്ല് H-1B വിസ പ്രോഗ്രാം എല്ലാ മേഖലകളിലും, അതായത് ടെക്നോളജി, ആരോഗ്യ മേഖല, എഞ്ചിനീയറിംഗ്, നിർമ്മാണ മേഖല എന്നിവിടങ്ങളിൽ പൂർണ്ണമായും ഘട്ടം ഘട്ടമായി നിർത്തലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതായത് ഈ വിസ ഇനി അമേരിക്കയിൽ ലഭിക്കില്ല. എന്നാൽ ഒരു ചെറിയ ഇളവ് ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർമാർ, നഴ്സുമാർ തുടങ്ങിയ മെഡിക്കൽ രംഗത്തുള്ളവർക്ക് വേണ്ടി വർഷം 10,000 വിസകൾ അനുവദിക്കും. എന്നാൽ ഈ ഇളവും 10 വർഷത്തിനുള്ളിൽ പൂർണ്ണമായും നിർത്തലാക്കും. അമേരിക്കയിൽ തന്നെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒരു വലിയ നിരയെ വളർത്തിയെടുക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനിടയിലാണ് മാർജോറി ടൈലർ ഗ്രീനിന്റെ പിന്തുണ പിൻവലിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് എത്തിയിരിക്കുന്നത്.